ഇബ്നു തൈമിയ്യനൊക്കെ മഹത്വവൽക്കരിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ ഒരു പേരും. ആ അഭിമുഖത്തിന്റെ പേരെന്താണെന്നറിയോ? ഇബ്നു തൈമിയ്യ വ്യതിയാന ചിന്തകൻ. ഇതെന്തിനാ? ആളുകൾ കയറി നോക്കുമ്പോൾ മനസ്സിലാവും വ്യതിയാന ചിന്തകൻ എന്ന് പറയാൻ പാടില്ല അതിൻ്റെ ഉള്ളിലുള്ളത്. തട്ടിപ്പാണത്. മുജാഹിദ് പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ ഹുദാന്നിടും. ഹുദയും അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല അല്ലേ? മസ്ജിദു തഖ്വ, മുഹിയുദ്ദീൻ പള്ളി തന്നെ പേരിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചാക്കാണ്, അതിൻ്റെ പുറത്ത് എഴുതിയേക്ക ഇത് പഞ്ചസാരയുള്ള ചാക്കാകുന്നു. അതുകൊണ്ടാവൂലേ? അതിൻ്റെ ഉള്ളിലുള്ള എന്താ? കൃത്യമായി നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരങ്ങൾ. അതിനാ മറുപടി പറയേണ്ടത്. കേൾപ്പിക്കുന്ന ഒരു ഭാഗം കേട്ടോളൂ, പറയട്ടെ. അതിപ്പോ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയപ്പോട്ടുണ്ട് ഈ എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല. അയാളെ കൈപ്പട കണ്ടാൽ നമുക്കിട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാണ് വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച്, ഒന്നിൽ അങ്ങനെയും കാണുന്നു, ഒന്നിൽ ഇങ്ങനെയും കാണുന്നു. നമ്മളെന്താ ചെയ്യാൻ? നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ പണ്ട പഠിച്ച ആ ശരി തരീക്കത്തിൽ തന്നെ അങ്ങ് പോയാച്ചാൽ മതി. നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ശരി തരീക്കത്തുണ്ടല്ലോ, അതിൽ അങ്ങ് പോയാൽ മതി. നമ്മളതിനാണ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നു നമ്മളല്ല, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നു നമ്മളല്ല. അത് അല്ലല്ലേ? നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ എന്തിന് അദ്ദേഹത്തെ പരാമർശിക്കണം? അള്ളാഹിദാസുബീലി, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗന്ധം സിമ്പിളായിട്ടാ കൈകാര്യം ചെയ്യുന്നേക്ക് നിങ്ങൾ. നമ്മളെന്തെങ്കിലും ചർച്ച ചെയ്യണം, അത് നമ്മൾ അള്ളാഹിന്റെ സബീലിൽ വിട, വഴിക്ക് വിട്ടേക്ക. നമ്മളൊന്നും നോക്കണ്ടല്ലോ, അത് അയാളും ആയിക്കൂടെ. ഇതിലെന്താ പറഞ്ഞു അറിയോ? അയാള് പച്ച തെറ്റെഴുതിയ കിതാബിന്റെ പേര് പറഞ്ഞിട്ട് ഇത് അയാളെ കൈപ്പടയിൽ എഴുതിയത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പുതിയൊരു ഉസൂലുണ്ടാക്കിയ ഇബ്നു തൈമിയ്യ എന്നെ വിശ്വസിക്കണമെന്ന് പറയണമെങ്കിൽ അയാളെ കയ്യെഴുത്ത് നമുക്ക് കിട്ടണം. അങ്ങനെ ഇല്ലാത്തോണ്ട് ഉറപ്പില്ലല്ലോ. എന്നാ അങ്ങക്ക് ഈ ഉറപ്പ് പോയത്? അയാളെ വെറുതെ വിട്ടാൽ മതി, അയാളെ കുറിച്ച് അഭിപ്രായം പറയണ്ട എന്ന് പറയാൻ എന്നു മുതലാണ് നിങ്ങളുടെ നിലപാട് മാറിയത്? ഞങ്ങളുടെ നിലപാട് എന്താണെന്നറിയോ? യുഅ്തഖദു ഫീഹി അന്നഹു മുബ്തദിഉൻ. അയാൾ മുബ്തദിയാണെന്ന് വിശ്വസിച്ചോളണം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ളാല്ലുൻ മുദില്ലുൻ ജാഹിലുൻ അയാൾ അത്ര ഇടങ്ങാറാക്കിയിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിനെ പറയുമ്പോൾ ചൂടാകണ്ട. ഇബ്നു തൈമിയ്യ പറയുമ്പോൾ അത്രയും ദ്രോഹം സൂഫിയാക്കളോട് ചെയ്തിട്ടുണ്ട് ഇവര്. ഇബ്നു അബ്ദുൽ വഹാബൊക്കെ വന്നിട്ട് മക്കയിലും മദീനത്തും നടത്തിയ കൊള്ള എത്രയാണ്? എത്ര നേർച്ചപ്പെട്ടികളാ കവർന്നെടുത്തത്? എത്ര സൂഫിയാക്കളെയാണ് കഴുത്തറുത്ത് കൊന്നുകളഞ്ഞത്? അല്ലാമ സൈനി ദഹ്ലാൻ അത് പറയാൻ കിതാബുകൾ എഴുതിയിട്ടില്ലേ? സൈനി ദഹ്ലാൻ തങ്ങളെന്നിപ്പോൾ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് പറ്റുന്ന ഇബ്നു തൈമിയ്യ, ഇബ്നു അബ്ദുൽ വഹാബ്, ഇബ്നു ബാസ്, ഈ പോലെ എല്ലാവരും പേർക്ക് ഒരു മൗലിദ നടത്തിക്കോളി നിങ്ങൾ. സിറാജുൽ ഹുദയിൽ ആ പേരും അങ്ങനെ തന്നെ. സിറാജും ഇല്ല, ഹുദയും ഇല്ല, രണ്ടും അവിടെ അല്ല. പിന്നെ അവിടെ ഉള്ള കുറച്ച് ഫിത്ന മാത്രമാണ്. മശായിഖുമായിട്ട് കളിച്ച് ഇപ്പം ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുകയാണ് ഓരോ വിഷയവും. ഭയങ്കര ഓട്ടത്തിലാപ്പോ. പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ടീം മമ്പുറത്ത്, വേറൊരു ടീം മടവൂര്. അവിടേക്ക് 500 രൂപ കൊടുത്താൽ പോരെ ചങ്ങായിമാരെ? സിറാജുലുദ്ദീഖിന് ഒരു 500 നിറച്ചാക്കിയാൽ പോലെ. എയർപിന് വരെ കാര്യം വരും എന്ന് പറഞ്ഞു. ഇപ്പം ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ അത് പോരെ? മതിയാവൂല. എന്നിട്ട് ഇപ്പൊ യാത്രയില്ല. ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും കുരുവട്ടൂർ വരാൻ ബാക്കിയുള്ള തങ്ങന്മാരുണ്ട്, അവിടെ പോയി പ്രത്യേകം ദ്വാരിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ ആയഞ്ചേരി ഭാഗത്തിൻ്റെ ഒരു തങ്ങളിട്ട് പോയിന്. ആള് ജാവിയിൽ വന്ന ആളാണ്, അത് മുപ്പര് അറിഞ്ഞില്ല. അവരെന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് വിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് കിടക്കില്ല. എന്താണ് സംഭവിച്ചത്? പലരും കളിച്ചത് കിട്ടുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? കളിച്ചവരൊക്കെ എവിടെയുള്ളത് ഇപ്പോ? അപ്പോ ചിലതൊക്കെ വരുമ്പോൾ സഹിക്കാനും അമ്പുറത്തേക്കും മടവൂരൊക്കെ ഓടിയിട്ട് കിട്ടണമെങ്കിൽ അവരെ ഒക്കെ നിങ്ങൾ എല്ലാ നിലക്കും ഇൻസൾട്ടാക്കി ഒരു കഴിവുമില്ല റസൂലിൽ നിന്ന് പ്രസംഗിച്ചിട്ട് അവനാന്റെ തലയ്ക്ക് ഇടുത്തി വീഴുമ്പോ ഓടുകയാണില്ലേ? ഓട്ടം ബാക്കിയാവും. പിടിക്കണ്ടേ നിങ്ങളെ? ഇന്ന ബത്തുശ റബ്ബിക ലശദീദ്. ചെറിയ പിടുത്തം നിങ്ങൾക്ക് മതിയാവില്ല, പിടിക്കപ്പെടുന്നേ നിങ്ങളൊക്കെ. അത് ഞാൻ പിന്നെ വരായിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ന് മുതലാണ് ഈ പറഞ്ഞ നിലപാടില്ല? പഴയ പ്രസംഗം എന്ന് കേട്ടോക്കട്ടെ നമുക്കിനി.
പഴയ പ്രസംഗം ഇയാൾ പറയുന്നത് എന്താ പറയുക, പഴയ വാഴക്കാടും പഴയ പിലാത്തറയിലെ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇയാൾ പറയുന്നൊരു സംഗതി എന്താണെന്നറിയ നിങ്ങൾ, ഇബ്നു തൈമിയ്യ അയാളാണ് എല്ലാവരെയും പറ്റിച്ചത്. ഇബ്നു തൈമിയ്യ ആരാന്ന് പഴയ പ്രസംഗം തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനതാ ഒതുക്കുകയെന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് പറയാണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നിലപാട് പറയാൻ പേടില്ലേ? മൂപ്പര് അല്ലായിട്ട് ആയിക്കൂടെ? അത് കാണിച്ചാൽ നിങ്ങൾക്ക് പഴയ പ്രസംഗം പേരോട് വരട്ടെ, പറയട്ടെ. നിങ്ങളെ ഇബ്നു തൈമിയ്യയല്ലേ നിഷേധിക്കാൻ കഴിയുമോ മൗലവിമാരെ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണട ഞമ്മക്കൊന്ന് നടത്തണം നന്നായിട്ട്. ഇനി ഞാൻ പറയട്ടെ, ഇബ്നു തൈമിയ്യ, നിങ്ങളെ ഇബ്നു തൈമിയ്യ എഴുതിയത് മുസ്ലിമേക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കേട്ടോളൂ സഹോദരന്മാരെ, ശരിക്കും മനസ്സിലാക്കിക്കോ. ഇയാളാണ് ലോകത്തുള്ള എല്ലാ കക്ഷികളെയും പറ്റിച്ചത്. എല്ലാ മൗലവിമാരും ഇയാളെ കണ്ടിട്ട് പറ്റിപ്പോയതാണ്. ഇയാൾ വലിയ വിവരമുള്ള ആളാണെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോയതാണ്. അതുകൊണ്ട് ശരിക്കും പഠിച്ചു വെച്ചോ മൗലവിമാരെ. പരിശോധിക്കാൻ നിങ്ങൾ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് വന്നോ. പച്ചക്കള്ളം സാധാരണ പറയുന്ന നമ്മളെ വണ്ണയുള്ള മൗലവിയിലെ അയാളെയും കൂട്ടിക്കോ. അതുപോലെ തന്നെ ഒരു വാഴക്കാടാണ് എല്ലാരെയും പറ്റിച്ചത് ഇബ്നു തൈമിയ്യാണ്. ഇതിലെന്തായാലും പറഞ്ഞ് എല്ലാ കക്ഷികളെയും ഇയാൾ ഇബ്നു തൈമിയ്യന്റെ കിതാബ് നോക്കിയത് മുതൽ അപകടത്തിലായത്. കാവലില്ലാതെ നോക്കുകയാണ്. നമ്മക്കേതും നോക്കാം. കാരണം എന്താ, നമ്മൾ അങ്ങനെ ഒരിക്കലും പൊട്ടാത്ത കൊമ്പല്ലേ പിടിച്ചത്. ഇവർക്ക് നോക്കാൻ കഴിയില്ല, പോയി കുടുങ്ങി. ഇബ്നു തൈമിയ്യാണ് സർവരെയും പറ്റിച്ചത്, പേരോടിനെയും പറ്റിച്ച ആളെന്നെ. നസീർ അസേരിയനെ ഒരുത്തുണ്ടല്ലോ, ഓൻ വന്ന് പറഞ്ഞിന് കുറേ റെഡിയായിട്ടുണ്ട്, ഒന്നുകൂടി എന്നാ റെഡിയായി. അതിന് മുമ്പ് ഇയാൾ റെഡിയായി പോയിട്ടുണ്ട്, അതൊക്കെ അറിയാഞ്ഞിട്ടാണ്. അപ്പം എന്താ പറഞ്ഞ, എല്ലാരെയും പറ്റിച്ചത് ഇബ്നു തൈമിയ്യയാണ്. ഇപ്പൊ പറയുന്നതോ അയാളെ കുറിച്ചൊന്നും പറയണ്ട, അള്ളിയും അയാളും തമ്മിലായിക്കോട്ടെ. നമ്മൾ അയാളെ കൈപ്പടിയൊന്നും കണ്ടിട്ടില്ലല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലോ, അയാൾ പറഞ്ഞിട്ടില്ല ഉണ്ട് എന്നൊക്കെ പണ്ട് നിങ്ങൾ തീരുമാനാക്കി കൊടുത്തതാ. വെച്ചെടുക്ക് ഉമർ തങ്ങളെ കുറിച്ചും അലിയാരെ കുറിച്ചൊക്കെ മിസ്റ്റർ ഇബ്നു തൈമിയ്യ പറഞ്ഞ വാചകം കൊണ്ട് അഖ്താഉ ഇബ്നു തൈമിയ്യ. നിങ്ങൾ ഒരു കിതാബ് തന്നെ കണ്ടില്ലേ, ഇബ്നു തൈമിയ്യയുടെ പിഴവുകൾ ഫീ ഹഖ്ഖി റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷയത്തിൽ വഅഹ്ലി ബൈത്തിഹി 500 പേജുകളുണ്ട് ഇതിന്. ഇബ്നു തൈമിയ്യയുടെ പഴച്ചവാദങ്ങൾ വിശദീകരിച്ച് അയാളെ കിതാബിൽ നിന്ന് എടുത്തെഴുതിയ ഗ്രന്ഥങ്ങൾ എത്രയാണ്. അത്രയും കൂടുതൽ പച്ചയായ അബദ്ധങ്ങൾ വിളമ്പിയ അയാളെ ഇപ്പൊ ഒന്നും പറയാതെ നമുക്ക് വിടാന്ന് മാത്രമല്ല, തൗബ ചെയ്ത് നന്നായി ഇനി പറയാൻ പോണ്ട്. അപ്പൊ സ്വാലിയായി അയാളെന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ സിറാജുലുദന്റെ പ്രസിഡന്റ് ഇബ്നു തൈമിയ്യയും സെക്രട്ടറി ആധുനിക ഇബ്നു തൈമിയ്യയും ആകുമായിരുന്നു. അവിടെ അല്ലേ പള്ളേ. പഴയ വാദന ഒന്നുകൂടി കേൾക്കാൻ നമുക്ക് വരട്ടെ. എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ വലിയ പണ്ഡിതനാണ്, വലിയ കഴിവുള്ള ആളാണ്, വലിയ വിവരമുള്ള ആളാണ്. ഇങ്ങനൊക്കെ അയാൾ അനുയായികളെ അയാളെ കൂടുതൽ പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ മനസ്സിൽ തോന്നി ഞാൻ തിരക്കേടില്ല. അയാളെ മനസ്സിൽ തോന്നി ഞാൻ തിരക്കേടില്ല. അയാൾക്ക് തോന്നി ഞാനൊരു മുജ്തഹിദാണ്, ഞാനൊരു ഗവേഷണക്കാരനായ പണ്ഡിതനാണ്. അയാൾക്ക് സ്വന്തം തോന്നി. അപ്പൊ അയാൾ ചെറിയ പണ്ഡിതന്മാരെ എതിർക്കാൻ തുടങ്ങി. വലിയ പണ്ഡിതന്മാരെ എതിർക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് കഴിഞ്ഞു പോയ സഹാബത്തിന്റെ കാലത്തുള്ള പണ്ഡിതന്മാരെ എതിർക്കാൻ തുടങ്ങി. ഇപ്പോഴുള്ള പണ്ഡിതന്മാരെ അയാൾ എതിർക്കാൻ തുടങ്ങി. പറഞ്ഞയാൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ എതിർക്കാൻ തുടങ്ങി. മൗലവി കണ്ടോളെ, ഞാൻ അപ്പുറം വായിക്കാം. ഇബ്നു തൈമിയ്യയുടെ ബഹുമാനോ ഇതിന്റെ മേലെ ഉണ്ടായില്ല, വായിക്കട്ടെ, മേലെ വായിച്ചത്. അങ്ങനെ പറഞ്ഞു അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബിനെയും പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിനെ അബദ്ധം പറ്റി അയാൾ വാദിച്ചു. അന്ന് സംശയമില്ല കേട്ടോ,
ഇപ്പം മൂപ്പർക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ ഇബ്നു തൈമിയ കയ്യെഴുതിയ കോപ്പി കിട്ടണം. നേരെ കയ്യെഴുത്ത് കോപ്പി തന്നെ കിട്ടണം എന്നാണ്. എന്താ അപ്പോൾ പറഞ്ഞേ? ഇബ്നു തൈമിയയുടെ അനുയായികൾ അയാളെക്കുറിച്ച് വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പം അയാൾക്ക് തോന്നി ഞാൻ തരക്കേടില്ല. ഏതുപോലെ ഇച്ചങ്ങായി പെട്ട പോലെ ഇയാളെ അനുയായികൾ വെറുതെ പലതും പറഞ്ഞു. ഇയാൾ മാത്രമാണ് ഇവിടെ സുന്നി പറഞ്ഞ്, ഇയാൾ അശ്അരിയാണ്, അശ്അരിയു സമാനാണ്, പലേതാണ്, അതാണ് ഇതാണ്, മാങ്ങയാണ് തേങ്ങയെന്നൊക്കെ പറഞ്ഞ് വലുതാക്കി. അപ്പം ഇയാൾക്ക് തോന്നി ഞാൻ അത്യാവശ്യം തിരക്കടില്ല, ഞാനല്ലേ അതിന് മറുപടി പറഞ്ഞത്, കക്കാട് വന്നു ഞാനല്ലേ പറഞ്ഞത്, അവർ വന്നു ഞാനല്ലേ പ്രതികരിച്ച്, ഇവര് വന്നു ഞാനല്ലേ പോയത്, കുരുവട്ടൂര് മാത്രം പറയാൻ ധൈര്യമല്ല. അത് പറയണമെങ്കിൽ ഒരു 10,000 കോടി ജനിക്കണം, എന്നാലും കഴിയില്ല. ഹക്ക് ഹക്കാണ്, ബാത്തില് ബാത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ തോന്നി, ഓ ഞാൻ അത്യാവശ്യം തിരക്കടില്ല, ഞാനാണ് മുസാവറയിൽ 1-ാം സ്ഥാനത്ത്, ഞാനാണ് ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബ്, ഇതൊക്കെ തോന്നിയാണ്. ഇതൊക്കെ എഴുതി മുമ്പരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മൂപ്പര് എഴുത്തിറാതെ ചെയ്യാൻ തുടങ്ങി. വലിയ വലിയ മശായിഹന്മാരെ ഇപ്പൊ പുകഞ്ഞ് നടക്കുക, ഞാൻ വലിയ ആളാന്ന് വിചാരിച്ച അഹങ്കാരമൊന്നും ഇപ്പൊ കാണാനില്ല. അപ്പൊ അങ്ങനെ ആ ഇബ്നു തൈമിയക്കൻ തട്ടിയ അതേ അബദ്ധം അയാൾക്കും തട്ടിയത് കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടി അയാൾ പറയട്ടെ. ഈ പറയുമ്പോഴൊന്നും ഒരു സംശയവുമില്ല കേട്ടോ. ഇബ്നു തൈമിയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ എതിർത്തു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദുററുൽ കാമിനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം അയാൾ പറയുന്നത് ദുററുൽ കാമിനയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞമ്മക്കൊരു ഉറപ്പില്ലല്ലോ എന്നാണ്. ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല എന്നാണ്. ആ ഉറപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതൊന്ന് കാണിച്ചു കൊടുക്ക്. പോയടത്തിൽ നഷ്ടായിരിക്കും എന്ന് പറഞ്ഞു. പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്, അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു. ഇത് പുതിയ അഭിമുഖം. ഇതിൽ പറയുന്നത് ഇയാൾ വാഴക്കാട്ടൊക്കെ പറഞ്ഞ സംഗതി വായിക്കുകയാണ്. അതായത് അലിയാര് തങ്ങളെക്കുറിച്ച് ആരോപണമുണ്ട് ഇബ്നു തൈമിയക്ക്, അലിയാര് തങ്ങൾ അധികാരത്തിന് വേണ്ടി കളിച്ച ആളാണെന്നൊക്കെ കിതാബെന്ന് വായിക്കുക. എന്നിട്ട് ആൾ ലാസ്റ്റ് കൂട്ടിക്കൊടുക്കാണ്. ആളെങ്ങനെ വാദിച്ചിട്ടുണ്ടോ അല്ലേ നമുക്കറിയില്ലല്ലോ, നമ്മളിത് കണ്ടിട്ടില്ലല്ലോ, നമ്മളിത് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയെങ്ങായി അറിയലിനി കിതാബിൽ പറയല്ലാതെ? കിതാബില്ല എനിക്കുള്ളൂ, മശായിഖ് നമ്മക്കല്ലേ ഉള്ളൂ, അത് പാടില്ലല്ലോ. ആ വായിക്കട്ടെ, പുതിയതാ, വായിച്ചോളൂ. പുതിയ നഷ്ടായിരിക്കും എന്ന് പറഞ്ഞു. പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്, അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു. ഫലം ഞാനല്ല, എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. വൈനമാ ഖാതലി റിയാസത്തിൽ ആര് ദിയാനത്തി, അങ്ങനെ നേതൃത്വം കിട്ടാനായിരുന്നു അലി ഇബ്നു അബി താലിബ് യുദ്ധം ചെയ്തല്ലാതെ പരിശുദ്ധ ദീനിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്. വലി ഖൗലിഹി ഇന്നഹു കാന വഇന്ന ഉസ്മാൻ കാന യുഹിബ്ബുൽ മാല, ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പണത്തോട് വലിയ കൊതിയായിരുന്നു മൂപ്പര് പറഞ്ഞു. വലി ഖൗലി അബൂബക്കർ അസ്ലമ ശൈഖൻ യദിരി മാ യഖൂലും, അതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വയസ്സായ സമയത്ത് ഇസ്ലാമിൽ വന്നതാ, അതുകൊണ്ട് യദിരിമായ ഖൂൽ എന്താ പറയുന്നതെന്നൊക്കെ തിരിപാടുണ്ടായിരുന്നു. അലിയുൻ അസ്ലമ സബിയൻ, അലി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ഇസ്ലാമിൽ വന്ന, വസ്സബിയുൽ ആയസു ഇസ്ലാമുഹു അലാ ഖൗലിൻ, കുട്ടികളാകുമ്പോൾ ഇസ്ലാമിൽ വന്ന ഒരു കൗലനുസരിച്ച് ഇസ്ലാം വന്നതന്നെ ശരിയാവില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ദുററുൽ കാമിനെ പറയാണ്. അപ്പൊ നമ്മൾ അതിന് തീരുമാനം എടുക്കേണ്ട കക്ഷിയിൽ നമ്മളല്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതിനെതിരെ അപ്പൊ ഇയാൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കണ്ടില്ലല്ലോ, നമ്മളെങ്ങനെ പേര് ഉറപ്പിക്ക? അങ്ങനെ അദ്ദുറുൽ കാമിനയിൽ ഉണ്ട് എന്നല്ലാതെ ആര് പറഞ്ഞു ഇപ്പൊ നമ്മളോടൊക്കെ ഉണ്ട് എന്ന്? ഇനി പുതിയ പേരോടിന് പഴയ പേരോടിന്റെ മറുപടിയാണ് വരാൻ പോണത്. സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല പോലെ. അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട ഇയാൾക്കാണ്. ഇയാളെന്ന് വാഴക്കാട് വെച്ച്, അതേപോലെ പല സ്ഥലത്തും, വാഴക്കാട് മാത്രമൊന്നുമല്ല, ഞാൻ ഇബ്നു തൈമിയെ കുറിച്ച് ഇയാൾ പറഞ്ഞ സീഡികൾ യൂട്യൂബിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ചിലതൊക്കെ പിൻവലിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടും വിചാരിച്ച്. അതൊക്കെ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് പോയതാ. പിന്നെ ഈ രൂപത്തിലുള്ള ഇയാളെ സംസാരം 100-ലേറെ ഇന്നും നിലനിൽക്കുന്ന നിങ്ങളുടെ ചാനലുകളിൽ അതിൻ്റെ ക്ലിപ്പുണ്ട്. അയാളെക്കുറിച്ച് ഉറപ്പിച്ചു പറയുന്ന ഭാഗങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് അത് ഉറപ്പില്ലല്ലേ? അയാൾ അയാളായിക്കോട്ടെ, വിടൂലങ്ങൾ. ഞങ്ങളെ തീരുമാനം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ നടപ്പിലാക്കും. യുഅ്തഖദു ഫീഹി അന്നഹു ളാല്ലുൻ മുദില്ലുൻ മുബ്തദിഉൻ ജാഹിലുൻ ഗബിയുൻ. വിധി പറയണ്ട.
എവിടുന്നാ നീച്ചു വരുന്നത്? ആ പഴയ പ്രസംഗം വരട്ടെ നീ. പറഞ്ഞു 17 കാര്യത്തിൽ അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധ ഖുർആനിനെതിരെ അലി ഇബ്നു അബീ താലിബ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പറഞ്ഞതിൽ ഒരു മസ്അലയായി ഇഹ്തിദാദുൽ മുതവഫ അൻഹാ സൗജുഹാ തുവൽ ജലൈനി എന്ന് പറഞ്ഞ ഒരു മസ്അല പറഞ്ഞു. എന്നിട്ട് വകാന ലിതഅസ്സുബിഹി ലിമദ്ഹബിൽ ഹനാബിലത്തി, അദ്ദേഹം ഹംബലി മദ്ഹബിന് പക്ഷപാതം പിടിച്ച് പറയാറുണ്ട് എന്ന് മാത്രമല്ല, അക്കാരണം കൊണ്ട് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ മുഴുവനും ഇബ്നു തൈമിയ്യ ആക്ഷേപിച്ചു. ഹത്താ അന്നഹു സബ്ബൽ ഗസ്സാലിയ, ഇമാം ഗസ്സാലിയെ ഇബ്നു തൈമിയ്യ ചീത്ത പറഞ്ഞു. കേട്ടോ, ഇമാം ഗസ്സാലിയെ ഇബ്നു തൈമിയ്യ ചീത്ത പറഞ്ഞു. ഫഖാമ അലൈഹി ഖൗമുൻ കാദു യഖ്തുലൂനഹു, ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞാൽ ജനങ്ങൾ വിടുവോ? ഉടനെ തന്നെ അയാളെ എതിർത്ത് കൊല്ലാൻ വേണ്ടി ജനങ്ങളൊക്കെ എഴുന്നേറ്റു. ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞപ്പോ ഗസ്സാലി ഇമാമിനെ ബഹുമാനിക്കുന്ന മുസ്ലിം ജനങ്ങൾ ഇബ്നു തൈമിയ്യയിലേക്ക് കൊല്ലാൻ വേണ്ടി എഴുന്നേറ്റു. കേട്ടോ, ഇതൊക്കെ കിതാബ് ഒന്ന് വായിക്കുക. ഗസ്സാലി ഇമാമിനെ ചീത്ത പറഞ്ഞു, അയാളെ എഴുതി വെച്ചതാ. ഇമാം അബൂ ഹനീഫ തങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞു. അലിയാരി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിൽ തന്നെ എതിർത്താക്ക് പിന്നെ എന്തായാലും ആരെ പറയാ? ഗസ്സാലി ഇമാമിനെ പറയാ, അബൂ ഹനീഫ ഇമാമിനെ പറയാ. അക്കാലത്ത് അഖ്താബീങ്ങളിൽ ഏറ്റവും പ്രധാന ഇതൊക്കെ തുടങ്ങിയത് എഴുതാ അറിയോ? ഇപ്പൊ ഇയാളെ അതപ്പതിനെ എഴുതാൻ തുടങ്ങി മടവൂര് ശൈഖുനെ പറഞ്ഞു തുടങ്ങിയതാണ്. ഇതുപോലെ തുടക്കം അബുൽ ഹസൻ ഉഷാദുലി തങ്ങളായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വരെ, എന്തിന് റസൂലുള്ളാഹിനെ വരെ ഇത്തിറാദ് ചെയ്തു പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടില്ല. ഇപ്പൊ അതൊന്നും ആർക്കും ഉറപ്പില്ല. അത്രേ അത് ഉണ്ടെങ്കിലോ ആരെങ്കിലും വെറുതെ എഴുതി വെച്ചതാണെങ്കിലോ നമ്മൾ മുമ്പരെ കുറിച്ചൊന്നും പറയണ്ട. ആ ജാതി തട്ടിപ്പൊന്നും സാവിയത്ത് സൂഫിയയുടെ ആളുകൾ ഉള്ള കാലത്ത് നടക്കൂല പേരോടെ. ഒന്നുകൂടി അയാൾ പറയട്ടെ, പഴയ ഒരു പ്രസംഗം കൂടി. സ്വന്തം പ്രസംഗത്തിന് മറുപടി പറയല്ലേ, പറയട്ടെ ഒന്നുകൂടി. ഈ ഔലിയാക്കളെ മുഴുവൻ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാക്കി പരസ്യമായി തോന്നിവാസം എഴുതി വെച്ചില്ലേ? ഇമാം അബൂ ഹനീഫയെ തോന്നിവാസം പറഞ്ഞില്ലേ? ഇമാം അസ്അരിയെ തോന്നിവാസം പറഞ്ഞില്ലേ? ഇമാം അബുൽ മഅലി ഇമാമുൽ ഹറമൈനിയെ തോന്നിവാസം പറഞ്ഞില്ലേ? പച്ചക്കള്ളത്തര എല്ലാ ഇമാമിങ്ങളുടെ പേരിലും ഇബ്നു തൈമിയ്യ എഴുതിയിട്ടില്ലേ? ഇബ്നു തൈമിയ്യ എഴുതിയ കള്ളത്തരങ്ങൾ ഇപ്പൊ ഞാനിവിടെ പറയണ നേരം പെടുത്താ തീരോ? ഇമാം നവവിയെ കുറിച്ച് പച്ചക്കള്ള എഴുതിയിട്ടില്ലേ ഇബ്നു തൈമിയ്യ? ഇബ്നു സലാഹിനെ പറ്റി കള്ളത്തരം എഴുതിയിട്ടില്ലേ ഇബ്നു തൈമിയ്യ? ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ? കിതാബ് പരിശോധിക്കാൻ. ഒരൊറ്റ ആൺകുട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ചില്ലേ? നിങ്ങൾക്കൊന്ന് എന്റെ മുന്നിലിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, റൂമിന്റെ താക്കോല് നിങ്ങളെടുത്ത് തരാം. എന്താ മൗലവി നിന്റെ ഭീഷണി? നീ പറയുന്നത് കേട്ടല്ലോ എന്നോട്. ഈ മുസ്ലിയാര നാവ് കൊണ്ട് പെരുത്ത് കാലത് പറയൂല. എന്താ നീ എനിക്ക് സിഹർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ മലായിക്കത്തിന്റെ സഹായമുള്ള കാലത്ത് നിങ്ങളെ എല്ലാ ശൈത്താൻ കൂടിയ ഇബ്നു തൈമിയ്യയും പുറത്താണോ? നിന്റെ ഒരൊറ്റ പഴയ കാലത്ത് നമ്മള് യൗസിനിൽ പഠിക്കുമ്പോ ബൈക്കുമേൽ കയറി മഴ കൊണ്ട് കേട്ട പ്രസംഗ അയാൾ വെല്ലുവിളിക്കണ, നിങ്ങൾ കിതാബ് എടുത്തു വാ, ആൺകുട്ടികളുണ്ടോ? പറഞ്ഞ ആളിപ്പോ എന്തായി? പൂച്ചക്കുട്ടിയായി പോയി. ഞങ്ങൾ ഇന്ന് തിരിച്ചു ചോദിക്കുകയാണ്, അദ്റഹ്മാൻ മൗലവി, ഇബ്നു തൈമിയ്യയുടെ പിഴച്ചവാദങ്ങൾ നമ്പറിട്ട് ഞങ്ങൾ പറഞ്ഞുതരാ. 60 70 ഒന്നുമല്ല. എതിർക്കാൻ ബാക്കി ഇനി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബാപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ അയാൾ ഫത്താവിയിൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് റളിയല്ലാഹു അൻഹു മൂപ്പരെ പണി എന്തായിരുന്നു? ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരുന്നാൽ മൂപ്പര് അവിടെ നിന്നിരിക്കും. അവിടെ ഇറങ്ങി അവിടെ നിന്നിരിക്കും. അവിടെ വെള്ളം കുടിച്ചാൽ ഒന്ന് വെള്ളം കുടിക്കും. അത്ര ഇഷ്ടമാണ്. ഇയാൾ പറയാം, ഇതെന്ത് പണിയാണ്, ബിദ്അത്തല്ലേ ഇതൊക്കെ ഏടുന്ന് കിട്ടിയതാണെന്ന് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതെല്ലാം പറഞ്ഞ ഇബ്നു തൈമിയ്യ ഇയാൾക്കിപ്പോ ഉറപ്പില്ല. അത്രേ ഉറപ്പില്ല എന്ന് പറഞ്ഞു ഉറപ്പ് തരുന്ന ആളുകൾ മശായിഖാണ്. മശായിഖ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവില്ല എന്ന് മനസ്സിലായില്ലേ? ലോകം പഠിക്കട്ടെ. അയാളെ